പലയിടത്തും വനമേഖലയ്ക്കടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഈ വന്യമൃഗശല്യം കാരണം ഒഴിഞ്ഞു പോകേണ്ടതായ ഒരു അവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആക്രമണം, വന്യജീവി ആക്രമണമൊക്കെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു വാർത്തയിലേക്കാണ്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ പിറന്ന മണ്ണ് ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇടുക്കി കാഞ്ഞിരവേലി നിവാസികൾ. 2 ആദിവാസി ഊരുകൾ ഉൾപ്പെടെ 500ഓളം കുടുംബങ്ങളുള്ള കാഞ്ഞിരവേലിയിൽ ഇതിനോടകം 100-ലധികം കുടുംബങ്ങൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. നിലവാരമുള്ള റോഡോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത നാട്ടിൽ ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും താറുമാറായി. കാട്ടാനക്കലിയിൽ ആദ്യമായ ഒരാൾ കൊല്ലപ്പെട്ടതിന്റെ ഭീതിയും പ്രദേശവാസികൾക്കുണ്ട്. ഞാനും ചേട്ടനും 6 മണിയാവുമ്പോൾ വെട്ടാനിറങ്ങും. അന്നേരം ആന തോട്ടത്തികളെ വരും. ഞങ്ങള് പേടിച്ച് ഓടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതോ മാർക്കുള്ളൂ. ഈ ഒരു പണി കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ആ പണി ഈ രീതിയിലാണ് ഞങ്ങള്. ആന കാരണം ഞങ്ങളുടെ പറമ്പിൽ പോലും ഞങ്ങൾക്ക് ചെല്ലാൻ പാടില്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രധാനമായ ഒരു സംവിധാനമാണ് വൈദ്യുതി വേലികൾ. കാഞ്ഞിരവേലിയിൽ ചിലയിടങ്ങളിൽ വനം വകുപ്പ് വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റുള്ളയിടങ്ങളിൽ വൈദ്യുതി വേലികൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പറഞ്ഞു മടുത്ത ശേഷം നാട്ടുകാർ മുന്നിട്ടിറങ്ങി സ്ഥാപിച്ചതാണ് ഇത്തരം വൈദ്യുതി വേലികൾ. എന്നാൽ കാടിറങ്ങിയെത്തിയ കാട്ടാനക്കൂട്ടം ഈ വൈദ്യുതി വേലികളെല്ലാം തച്ചുടച്ചു. ഇപ്പം സർക്കാർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിത് സ്വന്തമായിട്ടിട്ടത്. കമ്പും കോലും ചാടി ഇടത്ത് ഷോർട്ടാകാതെ നമ്മൾ നോക്കണം. അത് നോക്കിയാൽ കാട് കയറി കിടക്കുന്നിടത്ത് വല്ലതും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കും. അത് ഓരോ വ്യക്തിക്ക് വിട്ടുകൊടുക്കുക, അതാണ്. അല്ലാതെ നോക്കാൻ സർക്കാരിൽ നിന്ന് നോക്കാൻ വരുമോ? വരില്ല. അപ്പോൾ ആരെങ്കിലും ഏൽപ്പിക്കുക. കാഞ്ഞിരവേലിയിലെത്തിയാൽ ഇതുപോലെ ആളൊഴിഞ്ഞ ഒട്ടനവധി വീടുകൾ കാണാം. വന്യമൃഗശല്യം രൂക്ഷമായതോടുകൂടി സുരക്ഷിതയിടം തേടിപ്പോയ 100 കണക്കിന് കുടുംബങ്ങളാണ് കാഞ്ഞിരവേലിയിലുള്ളത്. കാട്ടാനശല്യം കൊണ്ട് 100 കണക്കിന് വീടുകളിൽ നിന്ന് ഇവിടെ ആൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യമാണ്. കാരണം ഈ പുറമെ പണിയാൻ പോയ കൂലിപ്പണിക്ക് പോയാൽ പിന്നെ ഒരു ആ സമയം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്താൻ മാർഗ്ഗമില്ല. അവന് ചങ്കിടിച്ച ആന വീട്ടിലിരിക്കുന്നത്. കാരണം ഈ വഴി പോരാൻ പാടുള്ള ആന അതുപോലെ ആന വരുത്തേക്കും അവിടെ. അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ കാണുന്ന ആളില്ലാത്ത വീടുകളെല്ലാം മനുഷ്യനെ ഉപേക്ഷിച്ച് പോയി വിടുന്നു. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. എന്നെങ്കിലും പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കാഞ്ഞിരവേലിയിലെ അവശേഷിക്കുന്ന കുടുംബങ്ങൾ. ഇടുക്കി കാഞ്ഞിരവേലിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1.